ബിഗ് ബോസ് സീസൺ 6 അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ചർച്ചാ വിഷയമായിരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 6 സിജോയ്ക്ക് ഇടി കൊണ്ടു. ഇടിച്ചത് റോക്കി ബായ്. സിജോയുടെ പല്ല് പോയി. സിജോ പ്രതികരിക്കുന്നില്ല. റോക്കി ബായ് പ്രതികരിക്കുന്നു. പ്രതികരിച്ചു കഴിഞ്ഞിട്ട് റോക്കി ബായ് പോയിരുന്ന് പട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങുന്നു. എവിടുന്നാണ് റോക്കി ബായ്ക്ക് ധൈര്യം കിട്ടിയത്? ആരാണ് റോക്കി ബായിയെ ഈ ഇടിക്കാനുള്ള അല്ലെങ്കിൽ ശാരീരികമായ ഒരു ആക്രമണം നടത്താൻ വേണ്ടി ഒരു ബാഹ്യമായ പ്രേരണ കൊടുത്തത്? ആരാണ്? ലാലേട്ടനാണോ? വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ലാലേട്ടൻ പറയാനുണ്ട്, ഞാനായിരുന്നെങ്കിൽ ഇടിച്ചേനെന്ന്. ഒരുത്തൻ ഇടിക്കാൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വെറുതെ പോയി അഭിനയിച്ചിട്ട് തിരിച്ചു പോന്നിട്ട് എന്താ കാര്യം? ലാലേട്ടൻ വളരെ സില്ലിയമായിട്ടാണ് പറയണത്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഈ കഴിഞ്ഞു പോയ നമ്മുടെ ആടുതോമയും അല്ലെങ്കിൽ മംഗലശ്ശേരി നീലകണ്ഠനും ആ ഒരു ക്യാരക്ടറൊക്കെ മനസ്സ് വെച്ചിട്ടായിരിക്കും പുള്ളി പറയണത്, ഞാനായിരുന്നെങ്കിൽ ഇടിച്ചേനെ. ഒരു പടുമുള പോലെ വളർന്നത് കൊണ്ടാവും എല്ലാവരോടും അല്പം ക്രൂരമായി പെരുമാറാൻ എപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇതൊരു എന്താ പറയുക, ഒരു 10-100 ദിവസത്തെ ഒരു ഗെയിമാണ്. ഇത് നമുക്കിത് ശാരീരികമായ ഒരു ആക്രമണം നടത്തി ഒരാളുടെ പല്ലിടിച്ച് കളയാനുള്ള ഒരു വേദിയല്ല. ഇതിപ്പോ ആരെ സപ്പോർട്ട് ചെയ്താലും, റോക്കി ബായിനെ സപ്പോർട്ട് ചെയ്താലും സിജോനെ സപ്പോർട്ട് ചെയ്താലും ശാരീരികമായ ഒരു ആക്രമണം ആരാണോ അഴിച്ചുവിട്ടത്, ഈ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഈ അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായക്കാരുണ്ട്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ സിജോയ്ക്കും അനുകൂലമായി പറയുന്ന ആളുകളുണ്ട്, റോക്കി ബായ്ക്കും അനുകൂലമായി പറയുന്ന ആളുകളുണ്ട്. അതിന്റെ ഇടയിൽ അഭിനയത്തിന്റെ പുറത്ത് അഭിനയിക്കുന്ന വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അയ്യോ, അതിന്റെ ട്രേഡ് സീക്രട്ടാ. ഈ സംഭവം നടക്കുമ്പോൾ, അതായത് ഈ റോക്കി ബായും സിജോയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ സ്റ്റാർട്ടിങ്, ഇവരവിടെ സംഭവം നടക്കുമ്പോൾ ഈ പറഞ്ഞ ജാസ്മിനൊക്കെ അവിടെ ആയിരുന്നു, വെട്ടി വിഴുങ്ങുമായിരുന്നു. ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു വഴക്കുണ്ടാവും എന്നുള്ളത്. വഴക്കുണ്ടായി ഇടി കൊണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ പിന്നെ വന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. റോക്കി ബായി നേരെ പോയിരുന്ന് കരയുന്നു. കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അടിച്ച് കരയുന്നു, ഒടുക്കത്തെ കരച്ചിൽ. സിനിമയിൽ പോലും ഇങ്ങനത്തെ ഒരു കരച്ചിൽ കണ്ടിട്ടില്ല, അതേപോലത്തെ കരച്ചിൽ. ആ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നൊരു കോമഡി ആയിട്ടാണ് തോന്നിയത്, ഒരു കോമഡി കരച്ചില്. അതെന്ത് കരച്ചിലാ അത്? അതുവരെ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നതാണ് റോക്കി ബായി. ഇടി കൊടുത്തു കഴിഞ്ഞപ്പോ റോക്കി ബായി പിന്നെ പോയി ഒരു കരച്ചിലാണ്. പക്ഷെ ഇതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ചാല്, നമുക്ക് ഈ റോക്കി ബായും ഈ സിജോയും കൂടി നിൽക്കുന്നത് കാണുമ്പോൾ അറിയാം ഇതിനകത്ത് ശാരീരികമായി ഇത്തിരി അടിപൊളിയായിട്ടുള്ളത്, അല്ലെങ്കിൽ ഫിസിക്കലി നോക്കുമ്പോൾ ഇത്തിരി മസിൽ പവറും കാര്യങ്ങളൊക്കെ ഉള്ളത് സിജോയ്ക്ക് തന്നെയാണ്. പക്ഷെ സിജോ എന്തുകൊണ്ട് കൈ പൊക്കിയില്ല എന്നുള്ളതാണ്. ഇതിപ്പോ നമ്മുടെ സലീം കുമാർ പറഞ്ഞ പോലെ തല്ലടാ തല്ലടാ എന്നും പറഞ്ഞ് വന്നിട്ട് ലാസ്റ്റ് നമ്മുടെ സിജോ പുറത്തുനിന്ന് കൈവച്ചതേ ഉള്ളൂ. സിജോ തല്ലിയൊന്നുമില്ല, അത് നമ്മളെല്ലാം കണ്ട കാര്യം തന്നെയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്ത് തൊടാൻ പറഞ്ഞു. ഈ പുറത്ത് തൊടാൻ പറഞ്ഞ എന്താണെന്ന് കാര്യം മനസ്സിലായില്ല. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തൊട്ട് നോക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ റോക്കി ബായി പറഞ്ഞത് ധൈര്യം ഉണ്ടെങ്കിൽ പുറത്ത് കൈ വെച്ച് നോക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോ സിജോ എന്താ ചെയ്തെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇത് പുറത്തേക്ക് ഇങ്ങനെ കൈ വെച്ചില്ല, അതിനു മുമ്പ് തന്നെ റോക്കി ബായിയുടെ ഇടി കഴിഞ്ഞു കഴിഞ്ഞു. അത് നല്ല ഷൂട്ട്, നല്ല പഞ്ചായിരുന്നു. ഇപ്പൊ ബിഗ് ബോസിന്റെ ഒരു റൂൾ അനുസരിച്ച് തല്ലിയാലും കൊള്ളാം, തല്ലിയില്ലെങ്കിലും കൊള്ളാം. 1-2 ദിവസം, മാക്സിമം ഒരു ദിവസം കൂടുതൽ ഹോസ്പിറ്റലൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വേണം എന്നുള്ളതാണ്. അപ്പൊ എന്റെ ഒരു ചോദ്യം ഇതാണ്, ഇത്രയും തണ്ടും തടിയൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ റോക്കി ബായി സിജോനെ ഇടിച്ചപ്പോൾ സിജോ തിരിച്ച് പ്രതികരിക്കാതിരുന്നത്? കൂടുതലും പ്രേരണ ആയിട്ട് വന്നത്, അല്ലെങ്കിൽ ചൊറിഞ്ഞുകൊണ്ട് വന്നത്, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ ചൊറിഞ്ഞുകൊണ്ട് വന്നതെന്ന് പറയാം, ഈ ചൊറിഞ്ഞുകൊണ്ട് വന്നത് റോക്കി ബായി ആണ്. അത് നമ്മളെല്ലാവരും കണ്ടതുമാണ്. പക്ഷെ എത്ര അങ്ങോട്ട് പ്രകോപിപ്പിച്ചിട്ടും സിജോ അങ്ങോട്ട് ഒരു പ്രകോപനപരമായ രീതിയിലേക്ക് വരുന്നില്ല. പുറത്തൊന്ന് കൈവച്ചു, റോക്കി ബായിയുടെ പുറത്തൊന്ന് കൈവച്ചു. അതിന് മുമ്പ് വരെയുള്ള സംസാരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിന് മുമ്പ് ഇരിക്കായിരുന്നു. ഈ പുറത്ത് കൈവച്ചു അതുകൊണ്ട് ഇരിക്കണമെന്നില്ല. അതിനു മുമ്പുള്ള പ്രകോപനപരമായ സംസാരങ്ങളുടെ ഇടയിൽ സിജോയ്ക്ക് വേണമെങ്കിൽ ഇരിക്കായിരുന്നു. ഒരു കാര്യം സത്യമായിട്ട് ഞാൻ പറയാം, ഇതാര് വിശ്വസിച്ചാലും കൊള്ളാം, വിശ്വസിച്ചില്ലെങ്കിലും കൊള്ളാം, സിജോയുടെ ഒറ്റ ഇടിക്കേ ഉള്ളൂ റോക്കി ബായി. അത് ഈ ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എങ്കിലും സിജോ ആത്മസംയമനം പാലിച്ചു നിന്നു. അതെന്തുകൊണ്ടാണ് എന്ന് ബിഗ് ബോസിൽ നിന്ന് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഇതിനകത്ത് വേറൊരു സംശയം അല്ലെങ്കിൽ വേറൊരു കളി എന്താണെന്നറിയാമോ? ഇത് ഇടിയൊരെണ്ണം കൊണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അൻസിബയൊക്കെ വന്ന് ഭയങ്കര മരണ വീട് പോലെ ആക്കി കളഞ്ഞു. ബിഗ് ബോസ് സീസൺ 6 ആ ഒരു ഫാമിലി ഒരു മരണ വീട് പോലെ ആക്കി കളഞ്ഞു.
കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസിയുവിന്റെ പുറത്തൊക്കെ നമുക്ക് അറിയില്ല. നമ്മുടെ ആ ഒരു വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഐസിയുവിൽ കിടക്കുന്നത് നമ്മൾ ഐസിയുവിന്റെ പുറത്തുനിന്ന് പറയാം. അതേപോലുള്ള കരച്ചിൽ, ഭയങ്കര കരച്ചിൽ. ഈ സംഭവം നടക്കുമ്പോൾ, അതായത് ഈ റോക്കി ബായും സിജോയും തമ്മിലുള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് മൂർച്ഛിക്കാൻ വേണ്ടി നോക്കി ഇന്ന് മൂർച്ഛ അല്ലെങ്കിൽ മൂർച്ഛിച്ചു അല്ലെങ്കിൽ ഒരു മൂർധന്യ അവസ്ഥയിലേക്ക് വരുന്ന സമയത്താണ് ഈ ആൾക്കാരൊക്കെ ചെന്ന് പിടിച്ചു മാറ്റാനും വേണ്ട എന്നൊക്കെ പറയാനൊക്കെ നിന്നത്. അതിനു മുമ്പേ എത്രയോ നേരം, നമ്മൾ തന്നെ എത്രയോ നേരം കണ്ടതാണ് ഇവർ തമ്മിലുള്ള ആ സംസാരവും വാക്കേറ്റവും ഒക്കെ. തമാശയ്ക്ക് പറഞ്ഞതും സീരിയസ് ആയിട്ട് പറഞ്ഞതും ഒക്കെ ഏതൊരു മനുഷ്യനെ കണ്ടറിയാമല്ലോ. ജാസ്മിൻ ആണെങ്കിൽ ഒടുക്കത്ത തീറ്റ, അൻസിബയാണെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇടിയെല്ലാം കൊണ്ട് അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും ആകെ ഇപ്പൊ ഒരു ഇടി തുടങ്ങും അല്ലെങ്കിൽ ഇപ്പൊ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞ ആ ഒരു നിമിഷത്തിലാണ് ഈ അൻസിബയൊക്കെ വന്നത്. അതിനു മുമ്പ് ഒരു അൻസിബയൊക്കെ അങ്ങോട്ട് നടക്കണായിരുന്നു. റോക്കി ബായ് ചിലപ്പോൾ ഇടിച്ചത് എനിക്ക് തോന്നുന്നു ഈ ലാലേട്ടന്റെ ഒരു വാക്കിന്റെ പുറത്തായിരിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ പറഞ്ഞ ഈ വാക്കുകൾ സിജോയും കേട്ടതാണല്ലോ. അങ്ങനെയാണെങ്കിൽ സിജോയ്ക്കും തിരിച്ചടിക്കായിരുന്നു. പക്ഷെ സിജോ തിരിച്ചടിച്ചില്ല. എന്തൊക്കെയാണ് ഇനിയിപ്പോ സീസൺ 6 നടക്കാൻ പോകുന്ന അറിയില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും റോക്കി ബായി അടിപൊളി ആയിരുന്നു, ആള് നല്ലൊരു ആക്ടറൊക്കെ ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ സിജോയും മോശമല്ല. ഇപ്പൊ ഇനി ബിഗ് ബോസിന്റെ റൂൾ അനുസരിച്ച് സിജോയും പുറത്തു പോയി, റോക്കി ബായി നേരത്തെ തന്നെ പോയല്ലോ. റോക്കി ബായി നേരത്തെ തന്നെ പുറത്തു പോയി. അപ്പൊ റോക്കി ബായും പോയി, സിജോയും പോയി. പിന്നെ ഈ ബിഗ് ബോസ് സീസൺ 6ന്റെ ഗാബ്രിയും ജിൻഡോയും ഒക്കെ ഇവിടേക്കാണ് ഉള്ളത്. ഇനിയിപ്പോ എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും തുടക്കം തന്നെ കുളമാക്കി, എനിക്ക് തുടക്കം തന്നെ പാളി എന്ന് പറയാം. സംസാരങ്ങളും കാര്യങ്ങളും കളിയാക്കലുകളും അങ്ങനെ മാർക്കറ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ബിഗ് ബോസിൽ, ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ ഈ കൈപൊക്കിയുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലല്ലോ. നമുക്ക് റൂളുണ്ട്, നമ്മുടെ ഒരു കേരളത്തിലായാലും നമുക്ക് ഇന്ത്യൻ ഒരു റൂളുണ്ട്. ആ റൂൾ അനുസരിച്ച് കേസെടുക്കാവുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇനി സിജോയ്ക്ക് പരാതി ഒന്നും ഇല്ലെങ്കിൽ പോലും സ്വമേധയാ കേസെടുക്കാവുന്ന സംഭവമാണ് ഒരു ആക്രമണം. അത് ഏത് തരത്തിൽ വേണമെങ്കിലും എഴുതാം, ഏത് തരത്തിൽ വേണമെങ്കിലും കേസെടുക്കാം. വധശ്രമം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതിന്റെ പിന്നില് ഇതൊരു ഗെയിമാണ്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഇത് 100 ദിവസത്തെ ഒരു ഗെയിമാണ് എന്ന് ചിന്തിക്കുക. ഇതിന്റെ ബിഗ് ബോസ് ആയാലും ഇതിന്റെ അണിയറ പ്രവർത്തകർ ആരായാലും, ലാലേട്ടനായാലും ശരി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലാലേട്ടൻ പഴയ സിനിമയിലെ ലാലേട്ടൻ അഭിനയിക്കാൻ പറഞ്ഞാൽ ജീവിച്ച് കാണിക്കുന്ന ആളാണ് ലാലേട്ടൻ. ലാലേട്ടൻ ആ ഒരു ബേസിലെ ലാലേട്ടൻ പറഞ്ഞു ഞാനാണ് ഇടി കൊടുക്കും എന്നൊക്കെ പറയുന്നത്. സിനിമയിലെ ഇടിയും ഒക്കെ തന്നെ ആക്ടിങ് ആണ് നമുക്കറിയാം. പക്ഷെ ഇത് ഒറിജിനലായിട്ട് ഒരുത്തന്റെ പല്ലിടിച്ച് വായിൽ കളയുക നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്തൊക്കെ പോലെ അംഗീകരിക്കാൻ പറ്റില്ല. ബിഗ് ബോസ് അല്ല ഇനി എന്ത് പരിപാടിയാണെന്ന് പറഞ്ഞാൽ പോലും ഒരാളുടെ പല്ല് ഒക്കെ ഇടിച്ച് വായിലിടുക അത് നിസ്സാര കാര്യമാണ്. ഏറ്റവും കൂടുതൽ പ്രകോപനപരമായിട്ട് സംസാരിച്ചത് റോക്കി ബായി ആണ്. വെല്ലുവിളിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സലീം കുമാറിനെ പോലെ തല്ലടാൻ എന്ന് പറഞ്ഞ് വന്നതൊക്കെ റോക്കി ബായി തന്നെയാണ്. സിജോ അല്ല, സിജോ മാക്സിമം ക്ഷമിച്ചു. നമ്മളിപ്പോ ആരുടെയും പക്ഷം പറയണല്ല, നമ്മുടെ ന്യായം എവിടെയാണോ അവിടെ നമ്മൾ നിൽക്കുക. എനിക്ക് തോന്നുന്നു നമ്മുടെ രജിത് സാറിന്റെ ഒക്കെ കണ്ണീരുണ്ടെന്ന് തോന്നുന്നു. കാരണം പുള്ളിനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് പുള്ളിനെയൊക്കെ പുറത്താക്കിയതാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇതുണ്ടാവും, ഈ ഒരു ശാപം കിടക്കുന്നുണ്ടാവും, ഈ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നുണ്ടാവും. അഭിനയത്തിന്റെ പുറത്ത് അഭിനയമാണ്. ഈ പിടിച്ചു മാറ്റാനൊക്കെ വരുന്ന സമയത്ത് രണ്ടുപേർ തമ്മിൽ വഴക്കുണ്ടായി. അപ്പൊ പിടിച്ചു മാറ്റാൻ വരുന്ന സമയത്ത് ഏതവനാണോ കൂടുതൽ ശോഭിച്ച് നിൽക്കുന്നത് അവന് കുറച്ചും കൂടി ഇത് കൂടും. പിടിച്ചു മാറ്റാൻ വരുമ്പോഴേക്കും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പിന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കും. അതാണ് റോക്കി ബായി ചെയ്തത്. സിജോയ്ക്ക് ക്ഷമയില്ലെന്ന് പറയാൻ പറ്റില്ല. സിജോ മാക്സിമം ക്ഷമിച്ചിട്ട് ഒരു ഇടി കൊണ്ടിട്ട് പോലും, ഒരു ഇടി കൊണ്ടപ്പോ സിജോ വീണൊന്നുമില്ല. ആ ഒരു ഇടി കൊണ്ടപ്പോ അതേ ഷോട്ടില് സിജോയ്ക്ക് വേണമെങ്കിൽ തിരിച്ച് ഒരെണ്ണം കൊടുക്കായിരുന്നു. പക്ഷെ സിജോ ചെയ്തില്ല. ലാലേട്ടൻ പറഞ്ഞ വാക്ക് റോക്കി കേട്ടു, സിജോ കേട്ടില്ല. അത്രേ ഉള്ളൂ ഇവിടുത്തെ വ്യത്യാസം. ഇതിപ്പോ ഈ കരച്ചിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നറിയാമോ, ഇത് എന്തിനാണ് കരഞ്ഞത്? സിജോയ്ക്ക് ഇടി കൊണ്ട് സിജോയുടെ പല്ല് പോതുകൊണ്ടാണോ ഈ അൻസിബയൊക്കെ കിടന്ന് നിലവിളിച്ച് കരഞ്ഞത്? അതോ റോക്കി ബായി സീസൺ 6 പുറത്തു പോയതുകൊണ്ടാണോ? എന്തിനാ കരണെന്ന് അറിയാൻ പാടില്ല. എനിക്കോട് ജാസ്മിൻ അപ്പോഴും നിന്നോണ്ടിരിക്കുന്നതാണ്. ജാസ്മിൻ ഇതുവരെ കഴിച്ചു കഴിഞ്ഞിട്ടില്ല. ഈ ഇടി വേറെ പലർക്കും കൊള്ളേണ്ടതായിരുന്നു കേട്ടോ, വേറെ പലർക്കും കൊള്ളേണ്ടതായിരുന്നു. ഇതിനു മുമ്പ് കൊള്ളേണ്ടതായിരുന്നു ഈ ഇടി. അതാണിപ്പോ സിജോയ്ക്ക് കൊണ്ടത്. ഞാനിപ്പോ റോക്കി ബായിനെ സപ്പോർട്ട് ചെയ്യണില്ല, അല്ലെങ്കിൽ സിജോനെ സപ്പോർട്ട് ചെയ്യണില്ല. നമ്മൾ എവിടെയാണോ ന്യായം എന്ന് പറയുന്നത്, അല്ല ന്യായം എവിടെയാണോ അവിടെ ആ ആളെ സപ്പോർട്ട് ചെയ്യണത്. പക്ഷെ ലാലേട്ടനെ സംബന്ധിച്ച്
ലാലേട്ടൻ ഒരിക്കലും ആ ഒരു ഇത് പറയാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ശരിക്കും അറിയില്ല, നമ്മളൊന്നും ഒന്നാമത് ഈ പരിപാടി കാണാറില്ല. കാരണം ഇത് തുടങ്ങിയത് എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ പ്രശ്നങ്ങൾ അതിനകത്ത് ഇടിയും വഴക്കും പ്രശ്നങ്ങളൊക്കെയാണ് എപ്പോഴും. കുറെ നേരം കാണുമ്പോൾ നമുക്ക് ഭ്രാന്ത് കയറും. പക്ഷെ ലാലേട്ടനെ സംബന്ധിച്ച് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞത് ശരിയാണോ എന്നാണ് എൻ്റെ ഒരു തോന്നല്. ഞാനാണെങ്കിൽ ഇടിച്ചിട്ടേ പോരുള്ളൂ, ഇത് കൊടുക്കാതെ പോരത്. സംസാരം ഓക്കെ, സംസാരം പോലെയല്ലോ കയ്യും കാലും പൊക്കുക എന്നുള്ളത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു നമുക്ക് ഇന്ത്യൻ ഒരു നിയമവ്യവസ്ഥയൊക്കെ ഇല്ലേ, ഒരു പ്രോഗ്രാം നടത്തിയിട്ട് അവിടെ ഒരാൾ ഇടിക്കുക അല്ലെങ്കിൽ ഇടിച്ചിട്ട് പോരാ എന്നൊക്കെ പറയണത് ഒരു അത്ര നല്ലതായിട്ട് തോന്നണില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് നമ്മുടെ രജിത് സാറിന്റെ ഒക്കെ ഒരു കണ്ണീരാൻ തോന്നണം കേട്ടോ. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, കണ്ടു നോക്കാം, വഴിയെ കണ്ടു നോക്കാം എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോണത്. അല്ലെങ്കിൽ സീസൺ 6ന്റെ റൂട്ട് എങ്ങനെയാണ്, ഇനി ആരൊക്കെയാണ് ഞാൻ അത് പെർഫോം ചെയ്യണത്. അല്ലെങ്കിൽ ശ്രീരേഖ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ അടുത്ത ആഴ്ച പുറത്തു പോകുന്നു, ശ്രീരേഖ ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്തൊക്കെയാവുന്നൊക്കെ ആർക്കറിയാം. എന്തായാലും ഈ റോക്കി ബായും സിജോയും തമ്മിലുള്ള പ്രശ്നത്തില് നമ്മള് ഫസ്റ്റ് തന്നെ അടിപൊളി അഭിനയം കാഴ്ചവെക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആരുടെ ഞാൻ പേര് പറയണില്ല, നിങ്ങൾ കണ്ടവരൊക്കെ തന്നെയാണ്, എല്ലാവരും നിങ്ങൾ കണ്ടതാണ്. അടിപൊളി അഭിനയം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഐസിയുവിന്റെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞതുപോലെയുള്ള അഭിനയങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നാലും റോക്കി ബായി സിജോൻ ഇടിച്ചെങ്കിലും റോക്കി ബായുടെ കരച്ചില് അത് മനസ്സിൽ നിന്ന് പോകില്ല കേട്ടാ. അത് വല്ലാത്തൊരു കരച്ചിലായിപ്പോയി. പുറത്തിന്റെ പല്ലിടിച്ച് കളഞ്ഞിട്ട് കൺഫ്യൂഷൻ റൂമിൽ പോയിട്ട് കൊണ്ട് കഥ കരച്ചിൽ പട്ടി മോങ്ങണ പോലെ എനിക്കങ്ങനെ തോന്നിട്ടോ. എണ്ണിപ്പറക്കി ഇങ്ങനെ പട്ടി മോങ്ങൂല, ഞാൻ അറിയാതെ ചെയ്തു പോയി എന്നെ ഇതാന്നൊക്കെ പറഞ്ഞ ഭയങ്കര കരച്ചിൽ. ആ ക്ഷമ ഈ റൂമിൽ പോയിരുന്ന് കാണിച്ച, ഈ കൺഫ്യൂഷൻ റൂമിൽ പോയിരുന്ന് കാണിച്ച ആ ക്ഷമ, ആ ഒരു പ്രശ്നം ആ നടക്കുമ്പോൾ, അല്ലെങ്കിൽ സിജോ ആയിട്ടുള്ള പ്രശ്നത്തിൽ ആ പ്ലാറ്റ്ഫോമിൽ നടക്കുമ്പോൾ ആ ക്ഷമ റോക്കി ബൈ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് സിജോയുടെ വായിലെ പല്ല് അവിടെ തന്നെ ഇരുന്നേനെ, സിജോയുടെ പല്ല് പോകില്ലായിരുന്നു. ശരിയാണോ? നിങ്ങൾ ആ സിജോയും റോക്കി ബായും കൂടി ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയേ. റോക്കി ബായുടെ തല ഏതാണ്ട് സിജോയുടെ ഇവിടം വരെയൊക്കെ വരണുള്ളൂ, ടോളിന്റെ മുന്നിൽ വരെയൊക്കെ വരണുള്ളൂ. അത്രയും സൈസാണ് ഈ സിജോയും റോക്കി ബായും തമ്മിലുള്ള ആ ഒരു അന്തരം എന്ന് പറയുന്നത്. അത്ര സൈസാണ് സിജോ. അതാണ് ആദ്യം പറഞ്ഞത്. സിജോയ്ക്ക് ഇടി കൊള്ളാനുള്ള പ്രേരണ എവിടുന്നാ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി ബായിക്ക് കിട്ടിയത് ഈ പറയുന്ന ലാലേട്ടന്റെ ഒരു പക്ഷേ ബാക്കി നിന്നായിരിക്കാം. ഒരാളങ്ങനെ പറഞ്ഞു എന്ന് കരുതി നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല, അത് ശരിയല്ലേ? അഭിനയിക്കാൻ വരുന്നത് അഭിനയിക്കുക, അഭിനയത്തെ കുറിച്ച് മാത്രം പറയുക. അതിന് ആ അഭിനയത്തിന്റെ ഏതറ്റം വരെ വേണേലും പോകാം. ഇപ്പൊ ലാലേട്ടനെ പോലെ അഭിനയിക്കാൻ പറഞ്ഞാൽ ജീവിച്ച് കാണിക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് അഭിനയത്തിന്റെ ഏതറ്റം വരെ വേണമെങ്കിലും പോകാം. കിച്ചൺ ക്ലീൻ ചെയ്തില്ല അല്ലെങ്കിൽ കിച്ചൺ മെനകേടാക്കിയിട്ടു എന്നൊക്കെ പറഞ്ഞ് അതിൽ കയറി പിടിച്ച് പിന്നെ അതിന്റെ പിന്നോടിയായിട്ട് പിന്നെ ഇങ്ങനെ തുടങ്ങി ഇടിച്ച് പല്ല് മാലിടുക. സിജോ തിരിച്ചിടിച്ചിരുന്നെങ്കിൽ കൂട്ടിടിയായനെ, ആറിൽ ഒരാൾ ചത്തേനെ അവിടെ, അതുപോലെ ഇടിയായനെ. ഒരാൾ ആത്മസംയമനം പാലിച്ചതുകൊണ്ട് കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഒഴിവായി. അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നവരും ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നവരൊക്കെ ആ സമയത്ത് വന്നിട്ടോ. ഈ മരിച്ച് കഴിയുമ്പോൾ കാണാൻ പോകില്ലേ, അതായത് മരിക്കാൻ കിടക്കുമ്പോൾ കാണാൻ പോകില്ല, ഈ മരിച്ച് കഴിയുമ്പോഴത്തേക്കും കാണാൻ പോകില്ലേ, ഭയങ്കര സ്നേഹപ്രകടനവും പിന്നെ ഭയങ്കര കരച്ചിലും എന്ന് പറഞ്ഞ പോലുള്ള സംഭവമാണ് അവിടെ അരങ്ങേറിയത്. നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും തുടർന്ന് നോക്കാം എന്തൊക്കെയാവും, ഇനി ആരൊക്കെ പുറത്താവും എന്നുള്ളത്. ബിഗ് ബോസിന്റെ റൂളും കാര്യങ്ങളും അനുസരിച്ച് സിജോയിന് ഹോസ്പിറ്റലൈസ് ഒക്കെ ആണെങ്കിൽ അഭിനയിക്കാൻ പറ്റില്ല, പുള്ളിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ ഇനി മുന്നോട്ട് പുള്ളി ഇനി ഹോസ്പിറ്റലിലേക്ക് ആണെങ്കിൽ ബിഗ് ബോസിന് സിജോയും പുറത്താകാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ബിഗ് ബോസിന്റെ റൂൾ അനുസരിച്ച്. എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് കണ്ടു നോക്കാം.